കേരളത്തിലെ ഏറ്റവും വിദഗ്ധ ആന ചികിത്സകരിൽ ഒരാളായ ഡോക്ടർ അരുൺ സക്കറിയാണ് ജനൻ ടിവിയോട് പ്രതികരിച്ചത്. മസ്തകത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആനയെ പൂർണ്ണ ആരോഗ്യസ്ഥിതിയിലേക്ക് കൊണ്ടുവരാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് DFO R. ലക്ഷ്മി പറഞ്ഞു. പരിക്കിന് ആഴമുണ്ടെങ്കിലും ചികിത്സിച്ച് ഭേദമാക്കാനാകുമെന്നും DFO. ചികിത്സാ ദൗത്യം ഇതുവരെ വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ആന അവസ്ഥ നിലയിലല്ല എന്നും DFO വ്യക്തമാക്കി. മസ്തകത്തിന് ഗുരുതരമായി പരിക്കേറ്റ ആനയെ വലിയൊരു രക്ഷാദൗത്യത്തിലൂടെ രക്ഷാദൗത്യത്തിൻ്റെ വിജയകരമായ പൂർത്തീകരണത്തിന് ശേഷം DFO R. ലക്ഷ്മി നമ്മളോടൊപ്പമുണ്ട്. മാഡം, ആദ്യം തന്നെ ഒരു അഭിനന്ദനം. കാരണം ഇതുവരെയുള്ള നടപടികൾ നമുക്ക് വിജയകരമായി പൂർത്തിയാക്കാൻ മാഡത്തിൻ്റെ ഉൾപ്പെടെയുള്ള നേതൃത്വത്തിന് കഴിഞ്ഞു. താങ്ക് യു ഫോർ ദാറ്റ്. അതിന് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് മറ്റൊരു കാര്യം, ഇതിപ്പോൾ ഇവിടെ എത്തിച്ചു, ഇതുവരെയുള്ള കാര്യങ്ങൾ നമുക്ക് എത്തിച്ചു. ഇനിയുള്ള ഒരു തുടർ നടപടി എങ്ങനെയായിരിക്കും? ഇനി അതിന് ചികിത്സ നൽകിക്കൊണ്ടുള്ള ഇതായിരിക്കും ഇവിടെ നടക്കുന്നത്. അരുൺ സക്കറിയ ഡോക്ടർ ആ ടീം ഇവിടെ ഒരു വെറ്റിനറി ടീമുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരിക്കും ഇനി നമ്മൾ ചികിത്സ നൽകുന്നത്. അരുൺ സക്കറിയ ഡോക്ടറിൻ്റെ അല്ല, ബിനോയ് ഡോക്ടറുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരിക്കും ഇനി ഇവിടുത്തെ ചികിത്സയും രീതികളൊക്കെ പോകുന്നത്. ഈ പരിക്ക് കണ്ടിട്ട് ഇവിടെ വന്നപ്പോഴാണ് കൂടുതൽ നമുക്ക് വ്യക്തമായിട്ടും കാണാൻ പറ്റിയിട്ടുണ്ടാവുക. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു ആഴവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ആഴമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ സൈനസ് ക്യാവിറ്റിയിലാണ് എനിക്ക് കുത്തേറ്റിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു വലിയ ദ്വാരമായിട്ട്, ഒരു ക്യാവിറ്റി ആണല്ലോ, അപ്പോൾ അത് വലിയ ദ്വാരമായിട്ട് കാണുന്നത്. എന്നാലും അത് ട്രീറ്റ് ചെയ്ത് ഭേദമാക്കാൻ പറ്റും. ഇപ്പോൾ ഒരു പ്രിലിമിനറി ട്രീറ്റ്മെൻറ്റ് ആന കടന്ന അവസ്ഥയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അത് റെഗുലർ ഇവിടെ അല്ല, നമ്മുടെ അവിടെ വെച്ച് ആന ഇനിയിപ്പോൾ ചെയ്യും. ഇനിയിപ്പോൾ ഇവിടെ തുടർന്ന് അത് ചെയ്തുകൊണ്ടിരിക്കണമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇനി അവരത് ചെയ്യും. ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് പരിഗണിക്കുക? കാരണം കഴിഞ്ഞ ദിവസം വേണം പറഞ്ഞിരുന്നു വലിയൊരു അവശ നിലയിലല്ലായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോഴും കാണുമ്പോൾ എങ്ങനെയാണ്? ഇപ്പോഴും കാണുമ്പോഴും ഡോക്ടേഴ്സ് പറയുന്നത് അധികം അവശ നിലയിലൊന്നും ആനയായിട്ടില്ല. പക്ഷേ എന്നാലും ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു മാസമായില്ലേ ഇതിൻ്റെ ഇത് നടത്തിയിട്ട്. അപ്പോൾ ഒരു ക്ഷീണം ആനയ്ക്കുണ്ട്. കാരണം വെള്ളം എടുക്കുന്നതിനും ഒക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് ചിലപ്പോൾ ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ഇതുണ്ട്. പക്ഷേ എന്നാലും അതിനെ റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസത്തിലാണല്ലോ നമ്മൾ ഇത്രയും റിസ്ക് എടുത്തത്. പരിസ്ഥിതി, ഇവിടുത്തെ ചൂട് കാര്യങ്ങൾ അതെങ്ങനെ? കാട്ടിൽ വച്ചിരുന്നുകൊണ്ടിരുന്ന ഒരു ജീവിയാണ്, സ്വാഭാവികമായിട്ട് ഇവിടെ കൊണ്ടുവരുമ്പോൾ ആ ചൂട് അതിനോടൊക്കെ എങ്ങനെ ഇപ്പോൾ നനച്ചൊക്കെ കൊടുക്കുന്നുണ്ട്? എങ്ങനെയാണ്? അത് റെഗുലറായിട്ട് നനയ്ക്കേണ്ടി വരും കുറച്ച് നാളത്തേക്ക്. പിന്നെ അത് അക്കോമഡേറ്റ് ആവും. കുറച്ചൊന്ന് ഇതിന് ആ ഒരു പൂർണ്ണ ആരോഗ്യസ്ഥിതിയിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്ക് അത് അക്കോമഡേറ്റീവ് ആവുള്ളൂ. തുടർന്ന് ആന ഇവിടെ തന്നെ തുടരുമോ, അല്ലെ എന്തായിരിക്കും അത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ എങ്ങനെയാണ്? ഒന്നും ആയിട്ടില്ല. കാരണം ഇത് ഫസ്റ്റ് നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ചികിത്സിക്കുക മീൻസ് മുറിവ് എങ്ങനെയെങ്കിലും ഒന്ന് ഉണക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ പിന്നെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനൊക്കെ തീരുമാനിക്കും. എന്തായാലും കുറച്ച് ദിവസം ഇവിടെ നിൽക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് അതിനെ തിരിച്ച് കാട്ടിലേക്ക് വിടാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലാതെ മാറില്ലേ? അത് നമുക്ക് നോക്കാം. നമുക്ക് അപ്പോഴും നോക്കാം. ശരി, ഓക്കെ, താങ്ക് യു. വളരെ കൃത്യമായി തന്നെ DFO ലക്ഷ്മി കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നു. ഈ ഒരു ദൗത്യം പൂർണ്ണമായും തന്നെ ഇതുവരെ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഇനിയുള്ള പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ചികിത്സ ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കുക. അതിനുശേഷമുള്ള കാര്യങ്ങൾ പിന്നീടായിരിക്കും തീരുമാനമെടുക്കുക. ക്യാമറാമാൻ വിപിൻ ആലുവയ്ക്കൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.